മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവിൽ കാട്ടാക്കടയിൽ ക്രമക്കേട് ആരോപിച്ചവർക്കെതിരെ നടപടി. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കം 4 പേർക്ക് സസ്പെൻഷൻ. ക്രമക്കേട് പരാതി കെട്ടിച്ചമച്ചതാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്നു. സലീം, ഒരു സംഭവത്തിൽ, ഒരു വിഷയത്തിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? സുഹൈൽ, ഏകദേശം ഒരു മാസം മുൻപായിരുന്നു യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉയർന്നു വന്നത്. സംസ്ഥാനത്തുടനീളം തന്നെ അത് വലിയ ചർച്ചയാവുകയും പലയിടങ്ങളിലും ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന വാർത്തകളും വന്നിരുന്നു. അതിന് സമാനമായായിരുന്നു കാട്ടാക്കടയിലും ഇത്തരത്തിൽ ഈ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നത്. അന്ന് അവിടെ നിന്നും ബിരിയാണി ചലഞ്ച് വഴി സമാഹരിച്ച ഫണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയില്ല എന്നും അത് നിയോജക മണ്ഡലം തലത്തിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതുമായിരുന്നു പരാതി. അതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചത് ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായ വിഷ്ണു SP, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായ ശ്യാംലാൽ, മണ്ഡലം പ്രസിഡന്റ് മാറനല്ലൂർ മണ്ഡലം പ്രസിഡന്റായ ജയേഷ് റോയി, വിളവൂർക്കൽ മണ്ഡലം പ്രസിഡന്റായ അരുൺ ജി എന്നിവരായിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ കണ്ടെത്തലിൽ ഈ പരാതി പറഞ്ഞവരാണ് കുറ്റക്കാർ എന്നുള്ളതാണ് സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇത് കെട്ടിച്ചമച്ച പരാതിയാണ് എന്നും അത് മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ അനാവശ്യമായ വാർത്തകൾ നൽകുകയാണ് എന്നുള്ളതുമാണ് ഈ അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ 4 പേർക്കെതിരെയും ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സുഹൈൽ, ശരി, മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ടിലൊക്കെ ആക്ഷേപം ഉന്നയിച്ചവർക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നേരത്തെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സമാനമായ നടപടി തന്നെയാണ് തിരുവനന്തപുരത്തും ഉണ്ടായിരിക്കുന്നത്.